ഹലോ ഹൈ. അപ്പൊ ഇന്ന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ട്രാൻസ് മനുഷ്യരെ പറ്റി എന്തും ആർക്കും പറയാം എന്നുള്ളൊരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റയിൽ മല്ലു ഓറ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് ആ കുട്ടി ബാത്റൂമിലേക്ക് പോയി. ആ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ട്രാൻസ് ഉള്ളിലേക്ക് വരികയും വാഷ്റൂമിലേക്ക് പോകാൻ വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. LGBTQ+I ഇവരെ പറ്റിട്ട് എന്താണ് അഭിപ്രായം? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഓക്കെ, പബ്ലിക് ടോയ്ലറ്റില് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ കയറി വന്നു. ഓക്കെ, ഇവർ ശരിക്കും ഡ്രസ് ചെയ്തേക്കുന്നത് സാരി ഉടുത്ത് പെണ്ണുങ്ങളെ പോലെ വലിയ പൊട്ടിട്ടുണ്ട്. പക്ഷെ ഇവര് ശരിക്കും ആണുങ്ങളാണ്. ആക്ച്വലി ദേ ആർ ട്രാൻസ്. ഇവർക്ക് ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവരിങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഇങ്ങനെ അവര് ഭയങ്കര സംസാരം, അവിടെ സൗണ്ട് ഒക്കെ ശരിക്കും ആണുങ്ങളെ പോലെ തന്നെയാണ്. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അപ്പോൾ ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ആ ഒരു അറ്റ്മോസ്ഫിയർ. അതൊരു ലേഡീസിനുള്ള ടോയ്ലറ്റ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. അവര് പുരുഷന്മാരെ പോലെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ശരി തന്നെ. അപ്പം ഇത് ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, നമുക്കൊരു വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മെയിലിനും ഫീമെയിലിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ട്രാൻസ് മനുഷ്യർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ആയിട്ടുള്ള സ്ത്രീകളുടെ ടോയ്ലറ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം മെയിലിന്റെ ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു നമ്മളുടെ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഫീമെയിൽ ഡ്രസ്സ് ആയതുകൊണ്ട് മെയിലിന്റെ വാഷ്റൂമിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളുടെ വാഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതേപോലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2017 കഴിഞ്ഞ് 2025 വന്നു. 2014 തൊട്ട് ട്രാൻസ് മനുഷ്യർ എന്താണെന്നൊക്കെ കേരളത്തിലുള്ളവർക്കൊക്കെ മനസ്സിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്നത്. അപ്പം ഈ കുട്ടി കാരണം പർദ്ദ ഇട്ടുകൊണ്ട് വരുന്ന, ഞാനൊരു സമുദായത്തെ പറ്റി പറയുകയൊന്നുമല്ല ചെയ്യുന്നത്, പർദ്ദ ഇട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ കുട്ടി അവരെയൊക്കെ ഫേസ് നോക്കൂ എന്താണ് എങ്ങനെയാണ്. അപ്പം അങ്ങനെ ഈ കുട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലേക്കാണെങ്കിൽ ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഏറ്റവും സേഫായിട്ട് പല രീതിയിൽ പല ടോയ്ലറ്റുകളും ഒക്കെ ഇങ്ങനെ പുരുഷന്മാർ കടന്നു കയറിയിട്ടുള്ളതൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലുലു മാളിലൊക്കെ വെച്ച് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ കുട്ടിയുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടു നോക്കണം. ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും MDMA അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാന്നുള്ള നല്ല ബോധം അവർക്ക് ഉണ്ടാവും. എന്നിട്ട് അവര് റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവർ ചെയ്തോട്ടെ.